ഹായ് കൂട്ടുകാരെ, നമുക്കിന്ന് അടിപൊളി അടമാങ്ങ അച്ചാർ ഇട്ടാലോ. ഈ അടമാങ്ങ എൻ്റെ അമ്മ നാട്ടിൽ നിന്ന് തന്നു വിട്ടതാണ്. അവിടെ വെച്ച് വെയിലത്തൊക്കെ വെച്ച് ഉണക്കി തന്നു വിട്ട അടമാങ്ങ ഞാനിവിടെ വന്ന് കഴുകി വൃത്തിയാക്കി ഒരു ഹാഫ് ആൻ അവർ കുതിർത്ത് വെച്ചതിന് ശേഷം കാണുന്നതാണ് ഈ അടമാങ്ങ. സോ നാട്ടിൽ പോയിട്ട് ഇങ്ങനെ കൊണ്ടുവരാന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു വിഷമയൊന്നുമില്ലാത്ത സിമ്പിൾ അച്ചാറിട്ട് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ബാക്കി ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, അത് ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ കറിവേപ്പില, പിന്നെ വെളുത്തുള്ളി, ഒരു 10 അല്ലി വെളുത്തുള്ളിയുണ്ട്. വലിയ വെളുത്തുള്ളിയാണ്, നാട്ടിലെയല്ല, ഇവിടുത്തെ വെളുത്തുള്ളിയാണ്. പിന്നെ പച്ചമുളക്, അത് ആവശ്യത്തിന് യൂസ് ചെയ്യുക. ഞാൻ 5 എണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ കായത്തെ പറ്റി പറയുകയാണെങ്കിൽ ഇത് ഞാൻ വാങ്ങിച്ച വലിയ കട്ടക്കായം തന്നെയാണ്. അപ്പോൾ നമ്മൾ വാങ്ങിക്കുമ്പം തന്നെ ഇതുപോലെ കായം എന്ത് ചെയ്യുക, മുറിച്ച് വെക്കാമെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാത്തിനും യൂസ് ചെയ്യാൻ പറ്റും. അല്ല പുറത്ത് വെച്ച് കഴിഞ്ഞാൽ ഇത് ഡ്രൈ ആയിക്കഴിഞ്ഞാൽ നമുക്കിത് പെട്ടെന്ന് മുറിക്കാൻ പറ്റത്തില്ല. അപ്പോൾ വാങ്ങുമ്പം തന്നെ മുറിച്ച് വൃത്തിയായിട്ട് വെക്കുക. പിന്നെ വേണ്ടതെന്ന് വെച്ചാൽ മുളക് പൊടി ഒരു 3 ടീസ്പൂൺ, പിന്നെ മഞ്ഞൾപ്പൊടി. ഇത് കൂടാതെ ഞാൻ ഉലുവയും കടുകും എക്സ്ട്രാ ചേർക്കുന്നുണ്ട്, പക്ഷേ അത് ഞാൻ എടുത്തിട്ടില്ല. പിന്നെ നമുക്ക് ആവശ്യമായിട്ട് ഉള്ള ഇൻഗ്രീഡിയൻറ്റ് പറഞ്ഞാൽ വിനാഗിരി, അത് ഞാൻ അധികം ഒരു മാസമൊക്കെ യൂസ് ചെയ്തുള്ളൂ, അപ്പോൾ അതിൻ്റെ അധികം വേണ്ട. പിന്നെ ഞാൻ നല്ലെണ്ണയിലല്ല യൂസ് ചെയ്യുന്നത്, വെളിച്ചെണ്ണയിൽ. കാരണം നമ്മളിത് പണ്ടൊക്കെ ഉള്ളവർ പറയുമായിരുന്നു ഇത് നല്ലെണ്ണയിലിട്ടാൽ മാത്രമേ അച്ചാറാവത്തുള്ളൂ എന്ന്. അങ്ങനെയൊന്നുമല്ല, നമുക്ക് വെളിച്ചെണ്ണയിലിട്ടാലും നമുക്ക് അച്ചാർ റെഡിയാക്കി എടുക്കാം. കാരണം നമ്മളധികം യൂസ് ചെയ്യുന്നില്ല. പിന്നെ അധികമൊന്നും ദീർപ്പിക്കുന്നില്ല. ഞാൻ ഗ്യാസ് കത്തിച്ച് പിന്നെ ചീനിച്ചട്ടി വെച്ച്, അപ്പോൾ എന്ത് ചെയ്യണം, ചട്ടി നന്നായിട്ട് വെള്ളമൊക്കെ പോയി റെഡിയായി ഉണങ്ങി വന്നതിന് ശേഷം അതിനകത്ത് എന്ത് ചെയ്യുക, സാധാരണ വെളിച്ചെണ്ണ, ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർത്താൽ മതി. കാരണം വെച്ചാൽ നമുക്ക് കൊളസ്ട്രോൾ ഉള്ളവർക്കും എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റും. അധികം എണ്ണമയം ഒന്നും ചേർക്കേണ്ട, കാരണം നമ്മളിത് വേഗം തന്നെ തീർക്കും അല്ലേ. നമ്മൾ ജോലിക്ക് പോകുന്നവരൊക്കെ ആകുമ്പോൾ നമുക്കിത് എടുക്കാൻ പറ്റും. നമ്മൾ വേഗം യൂസ് ചെയ്ത് തീർക്കുക. അപ്പോൾ കടുക് നന്നായി പൊട്ടിയതിന് ശേഷം എന്ത് ചെയ്യുക, വെളുത്തുള്ളി ചേർക്കുക. വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് വാടി വന്നതിന് ശേഷം ബാക്കി ഇൻഗ്രീഡിയൻസ്, അതായത് കറിവേപ്പില, പച്ചമുളക്, ഇഞ്ചി, ഇത് അതിൻ്റെ കൂടുതൽ കായം. ആ കായം നമ്മൾ ആദ്യമേ ചേർക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ആ കറിവേപ്പിലയ്ക്കും വെളുത്തുള്ളിക്കും ഇഞ്ചിക്കും എല്ലാം ആ മണം കിട്ടും. എന്നിട്ട് ചെറുതായിട്ട് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടത് വാട്ടിയെടുക്കുക. ഇത് സാധാരണ ജോലിക്ക് പോകുന്ന എല്ലാവർക്കും പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയൊരു അച്ചാറാണ്. പിന്നെ ഞാൻ ഇതിനകത്ത് ചെറിയ ചൂടുവെള്ളം ഒഴിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മളെപ്പോലുള്ളവരൊക്കെ ഇത് അമ്മമാർ വാട്ടുന്ന പോലെ വാട്ടിക്കഴിഞ്ഞാൽ പച്ചമുളകിൻ്റെയും മുളക് പൊടിയുടെയും മഞ്ഞൾപ്പൊടിയുടെയൊക്കെ അവസ്ഥ കരിഞ്ഞു പിടിച്ചത് തന്നെ. അപ്പോൾ അതുകൊണ്ട് ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് എന്ത് ചെയ്യുക, ഇച്ചിരി ഉലുവയും നമ്മൾ ചേർത്ത മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ മുളക് പൊടിയും കൂടെ നന്നായിട്ട് പച്ചമണം മാറുന്ന വരെ വാട്ടിയെടുക്കുക. അത് നമ്മൾ വെള്ളം ചേർത്തുകൊണ്ട് അത് കരിയത്തില്ല. അതിനുശേഷം എന്ത് ചെയ്യുക, നമ്മൾ കുതിർത്ത് വെച്ചേക്കുന്ന നമ്മുടെ അടമാങ്ങ അതിലോട്ട് ചേർത്തിട്ട് എല്ലാ ഭാഗവും നന്നായിട്ട് ചേർത്ത് ഇളക്കിയെടുക്കുക. പിന്നെ അതുപോലെ തന്നെ വേറൊരു ടിപ്പ് ഞാൻ പറഞ്ഞുതരാം. ഈ അടമാങ്ങ ആകുമ്പോൾ ചെറിയൊരു ചുവ വരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഈ കുട്ടികൾക്ക് ഒക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇതിനകത്ത് ചെറുതായിട്ട് ഇച്ചിരി ഒരു ശർക്കര നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് ഇച്ചിരി പാനിയാക്കി ഇതിനകത്തോട്ട് ചേർക്കുക. അല്ലെങ്കിൽ കുറച്ച് ഈന്തപ്പഴം ചേർത്താലും മതി. ഈന്തപ്പഴം ചേർത്താലും ഇതിൻ്റെ എന്ത് ചെയ്യില്ല, ആ ഉണക്ക ചുവ നമുക്ക് കിട്ടത്തില്ല, നന്നായിട്ടിരിക്കും. അല്ലെങ്കിൽ ഇത് ഷുഗർ ഉള്ളവരാണെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കിയാലും മതി.